ദുബായ് എയർപോർട്ടിൽ ₹1 പോലും സർവീസ് ചാർജ് ഇല്ലാതെ മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക് മുതൽ അപേക്ഷിക്കാവുന്ന ഒരു ജോബ് വേക്കൻസിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എമിറേറ്റ്സ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ദുബായ് എയർപോർട്ടുകളിലേക്ക് കസ്റ്റമർ സർവീസ് ഏജൻറ്റ് എന്നുള്ള വേക്കൻസിയിലേക്കാണ് ഈ ഒരു ഒഴിവുകൾ നിലവിൽ എമിറേറ്റ്സ് ഗ്രൂപ്പ് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. എമിറേറ്റ്സ് ഗ്രൂപ്പ് ഒഫീഷ്യലായിട്ട് പുറത്തിട്ടിരിക്കുന്ന വേക്കൻസികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ₹1 പോലും ഒരു ഇടനിലക്കാരന് സർവീസ് ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല. മിനിമം 3 മിനിറ്റ് കൊണ്ട് ഇതിന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് പരിപാടി നോക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വേക്കൻസി, അതിൽ ഈ ഒരു ജോബ് റോൾ വരുന്നത് 2 രീതിയിലുള്ള റോളുകളാണ് വരുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വെബ്സൈറ്റ് അങ്ങനെയുള്ള ഡിജിറ്റൽ മെത്തേഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ ചാനലുകളുടെ സപ്പോർട്ടായിരിക്കും. അതായത് ഡിജിറ്റൽ ചാനലിൽ വരുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജുകളാണെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കുക. അതല്ലെങ്കിൽ വെബ്സൈറ്റ് അങ്ങനെയുള്ള ഡിജിറ്റൽ ആക്ടിവിറ്റീസിന് റിപ്ലൈ കൊടുക്കുക എന്നുള്ളൊരു ജോബായിരിക്കും വരിക. അതല്ലാന്നുണ്ടെങ്കിൽ പാസേജ് ക്ലിയറൻസ്, അതുപോലെ പാസഞ്ചേഴ്സിന് വേണ്ടിയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതായത് പാസഞ്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, പാസഞ്ചേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക, ബോർഡിംഗ് പാസിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ ബോർഡിങ്ങിലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അസിസ്റ്റ് ചെയ്യുമായിരിക്കും അല്ലെങ്കിലുള്ള നിങ്ങൾക്കുള്ള ജോലി. അപ്പോൾ ഈ 2 റോളുകൾ ഏതെങ്കിലും ഒന്നായിരിക്കും ഈ ഒരു ജോബിൽ നിങ്ങൾക്ക് ഹയർഡ് ആകുമ്പോൾ കിട്ടുന്നത്. അത്യാവശ്യം നല്ല സാലറി പാക്കേജും കാര്യങ്ങളുണ്ട്. ദുബായ് എയർപോർട്ടുകളാണ് ഈ ഒരു അവസരങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ മതി. ലിങ്ക് കിട്ടാനായിട്ട് ജസ്റ്റ് ജോബ് എന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ഇരുന്നതായിരിക്കും. അപ്പോൾ അപ്ലൈ ഞാൻ സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ, ഈ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോബ് എന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഓരോരുത്തർക്കും ലിങ്ക് അയച്ചു തരാം. അപ്പോൾ ആ ലിങ്കിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കിട്ടും. ഈ ഒരു പേജിൽ ഈ ജോബിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാവും. ഞാനൊന്നുകൂടെ പറഞ്ഞുതരാം. അവരാദ്യം പറയുന്നത് ദുബായ് എയർപോർട്ട് കരിയേഴ്സ് കസ്റ്റമർ സർവീസ് റോൾസ് അറ്റ് എമിറേറ്റ്സ് ഗ്രൂപ്പ്. അതായത് ദുബായ് എയർപോർട്ടിലേക്കുള്ള കസ്റ്റമർ സർവീസ് റോളാണ്. അതും എമിറേറ്റ്സ് ഗ്രൂപ്പിന്റെ ജോബുകളാണ്. അതിനെക്കുറിച്ചൊരു ബ്രീഫ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നോക്കണമെന്നില്ല. ഇനി ഈ കാണുന്ന ആഡ്, ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ കാണുന്ന ആഡുകളൊന്നും ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സൈറ്റിലേക്ക് എത്തും. പിന്നെ തിരിച്ചു വരാൻ ചിലപ്പോൾ പണിയായിരിക്കും. അപ്പോൾ അതിലൊന്നും ക്ലിക്ക് ചെയ്യാതെ താഴോട്ട് ഇങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ജോബ് സെലക്ട് ചെയ്യണം, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ജോബ് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് നല്ലതാണ്, ഭയങ്കര വലിയ എയർലൈൻസ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ദുബായ് ഭയങ്കര വലിയ സംഭവമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അന്ന് പ്രത്യേകിച്ച് നോക്കണമെന്നില്ല. പിന്നെ എന്തൊക്കെ പൊസിഷനിലേക്കാണ് ഈ ഒരു, അതായത് ഇപ്പോൾ ഈ കസ്റ്റമർ സർവീസ് ജോബുകൾ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള പൊസിഷൻസ് ഉണ്ടാവും. എന്തൊക്കെ പൊസിഷൻസാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ എയർപോർട്ട് സർവീസ് ഏജന്റ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അസിസ്റ്റ് പാസഞ്ചേഴ്സ് ഡ്യൂറിങ് ചെക്ക് ഇൻ, ബോർഡിംഗ് ആൻഡ് ട്രാൻസിറ്റ്. വളരെ സിമ്പിളാണ്. നിങ്ങൾ പാസഞ്ചേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, ബോർഡിങ്ങും അതുപോലെ ട്രാൻസിറ്റ് സമയത്തൊക്കെ കാര്യങ്ങൾ അവരൊന്ന് ഗൈഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഈ എയർപോർട്ടിലൊക്കെ പോയി പരിചയമുള്ള ആളുകളാണെങ്കിൽ ഇത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടി വരില്ല, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിരിക്കണം, ബോത്ത് സ്പോക്കൺ ആൻഡ് റിട്ടേൺ. ഇന്റർനാഷണൽ എയർപോർട്ടാണല്ലോ, അപ്പോൾ പാസഞ്ചേഴ്സൊക്കെ ചിലപ്പോൾ ആ ഒരു രീതിയിലുള്ള പാസഞ്ചേഴ്സ് ആയിരിക്കും. കാരണം ഇന്റർനാഷണൽ ആകുമ്പോൾ എല്ലാ രാജ്യത്തുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അത് നിർബന്ധമാണ്. പിന്നെ മർഹബ സർവീസ് എന്ന് പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. മർഹബ എന്ന് അറബിയിൽ പറഞ്ഞാൽ വെൽക്കം, കസ്റ്റമേഴ്സിനെ വെൽക്കം ചെയ്യുക, അതായത് പാസഞ്ചേഴ്സിനെ വെൽക്കം ചെയ്യുന്ന സർവീസാണ്. അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളോടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. അടുത്തത് കോണ്ടാക്ട് സർവീസ് ഏജന്റ്, കോണ്ടാക്ട് സെന്റർ സർവീസ് ഏജന്റ്, അതും പറയുന്നുണ്ട്. അതായത് ബുക്കിംഗ്, ഫ്ലൈറ്റ് ചേഞ്ചസ്, സർവീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുന്ന എൻക്വയറീസിന് റെസ്പോണ്ട് ചെയ്യാം. ഇത് മെയിനായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ആയിരിക്കാനാണ് ചാൻസ്. അതിൽ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് പറയുന്നത് എക്സ്റ്റെൻസീവ് ട്രെയിനിങ് ഫോർ ന്യൂ എംപ്ലോയീസ് എന്നാണ് പറയുന്നത്. ഈ ഇടയിൽ ഇങ്ങനെയുള്ള ആഡുകളൊന്നും ക്ലിക്ക് ചെയ്യരുത്. ഇതിൽ എയർപോർട്ടിൽ നിന്ന് കാണും. കാരണം ഈ ഒരു നമ്മൾ എന്ത് കണ്ടന്റാണ് അതിൽ കാണുന്നത് അതിന് റെലവൻ്റ് ഉള്ള ആഡുകളായിരിക്കും ഇവിടെ വരുന്നത്. അത് ഗൂഗിളിന്റെ ഒരു ടെക്നിക്കാണ്. ആഡുകൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാനുള്ളൊരു ടെക്നിക്കാണ് അവരങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ക്ലിക്ക് ചെയ്ത് പോകരുത്. ഇതിലിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ ട്രെയിനിങ് തരും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റിക്രൂട്ട്മെന്റ് പ്രോസസ്, ഇവരുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ഇവർ പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ സബ്മിഷൻ ആണ്. അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, ആ ഒരു പ്രോസസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ടാമത് ഇനീഷ്യൽ റിവ്യൂ, അതായത് അവർ
നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു റെസ്യൂം അവർ ചെക്ക് ചെയ്യും. ഇവരുടെ ഈ ഒരു ക്വാളിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവരും ചെക്ക് ചെയ്യും. പിന്നെ ഓൺലൈൻ അസസ്മെന്റ് ആൻഡ് വീഡിയോ ഇന്റർവ്യൂ ആകുമ്പോൾ ഒന്നുകൂടി സൗകര്യമായിരിക്കും. അപ്പൊ അതാണ് നെക്സ്റ്റ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓഫർ ലെറ്റർ. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ അവർ ഓഫർ ലെറ്റർ അയച്ചു. പിന്നെ ഇവരുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റുകളാണ് അവർ പറയുന്നത്. ടാക്സ് ഫ്രീ സാലറി ആണ്, ആനുവൽ ലീവ് ആൻഡ് ട്രാവൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഹൂ ഷുഡ് അപ്ലൈ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ദിസ് ഓപ്പർച്യൂണിറ്റി ഐഡിൽ ഫോർ ദോസ് ഹൂ എൻജോയ് കസ്റ്റമർ ഫേസിംഗ് റോൾസ്. ഇത് മെയിനായിട്ട് പറയുന്നത് നമ്മൾ സി വിയിലൊക്കെ കൊടുക്കുന്ന പോലെ ഞാൻ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആണ്, ഞാൻ ഭയങ്കര എൻജോയബിൾ ആണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം നിങ്ങളിവിടെ വേണം എന്നാണ് പറയുന്നത്. അതായത് ഞാൻ ഏത് അവസ്ഥയിൽ അഡാപ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്ന പോലെ അവർ പറയുന്നുണ്ട്, ഞാൻ അഡാപ്റ്റ് ടു റൊട്ടേഷൻ ഷിഫ്റ്റ് ആൻഡ് ബിസി ഷെഡ്യൂൾസ്. നമ്മളെപ്പോഴും അവർ ഒരു യന്ത്രം പോലെ നിൽക്കണം, അതൊക്കെയാണ് പറയുന്നത്. പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല. എല്ലാ സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ബട്ടണിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇടയിൽ കുറേ പരസ്യങ്ങളൊക്കെ വരും, അതൊന്നും വിളിക്കരുത്. ഈ ഒരു ബട്ടണിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവരുടെ ഗ്രൂപ്പിന്റെ ഈ ഒരു ജോബിന്റെ ഏറ്റവും അവസാനത്തെ പാർട്ടിലേക്ക് പോകും. ഇതിൽ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ എത്താൻ പോകുന്നത് എമിറേറ്റ്സ് ഗ്രൂപ്പിന്റെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഏരിയയിലാണ്. ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ലോഗിൻ യൂസർ നെയിമും പാസ്വേഡും ഇല്ല. അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ യൂസർ നെയിമും ഇവിടെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അതല്ല പുതിയ ആളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കാണിക്കുന്ന ന്യൂ യൂസറിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് വരുന്ന ഒരു പേജ് ഉണ്ടാവും, അതിൽ പോയിട്ട് നിങ്ങളിവിടെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിനു ശേഷം തിരിച്ചു വന്നിട്ട് അപ്ലൈ ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളാണ് അപ്ലൈ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇത് കൂടെ പറഞ്ഞുകൊണ്ട് കുറച്ച് ടൈം എടുത്തിരിക്കാം. പിന്നെ ഇതിലില്ലാത്തൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഒരു ഓഡിയൻസിന് വേണ്ടിയിട്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള കരിയർ പേജ് വേക്കൻസികളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ലിങ്ക്ഡിനിലൊക്കെ കയറി നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, ഇവിടുത്തെ എംപ്ലോയീസിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ഇവിടുത്തെ HR കണക്ട് ചെയ്യാൻ പറ്റും. അവരോട് സംസാരിക്കുക, പിന്നെ ടിപ്സുകൾ വയ്ക്കുക, HR ഡയറക്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. മേ ബി അവർ ലിങ്ക്ഡിനിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അവിടെയും പോയിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഫ്രീ ആയിട്ട് എന്തൊക്കെ മെത്തേഡുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ട്രൈ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ എപ്പോഴും ഡെയിലി 1-2 വെച്ച് പേജിൽ ഇടുന്നതാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.